What is your name and where are you from? मेरा नाम आनंद स्वरूप जंगीर है। मैं फ्रॉम राजस्थान, इंडिया राजस्थान से है और मैं ये जिप्सन और कारपेंट्री का सुपरवाइजर हूँ इधर। मेरा नाम अशोक कुमार है, मैं यूपी से हूँ, बलरामपुर जिला है। मेरा नाम उबैदुल्ला है, मैं पाकिस्तान से हूँ। मैं यहाँ पेंटिंग का काम कर रहा हूँ। मैं यहाँ पर दुबई में करीबन कोई 7.5 years से यहाँ पे हूँ। My name is Pitsalonga. I came from Philippines and my work here, you're asking about my work. My work here is as a contract manager. I work in L&T years since 2 years and I work here in Dubai for more than 2 decades. My name is മുഹമ്മദ് ഷിബിൽ. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്ന്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇവിടെ എല്ലാം ഇന്റീരിയേഴ്സിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. Talk to your younger self. What would you say? जो 15 साल से ऊपर बच्चे हैं उनके लिए मेरे लिए ये एडवाइजरी है कि वो लोग अपना फ्यूचर है ना पढ़ाई में फोकस रखे। जो काम है प्रैक्टिकली और पढ़ाई दोनों इम्पोर्टेंट है, तो उसमें ध्यान रखे। अगर थोड़ा बहुत बच्चा इधर उधर कहीं पर भी पढ़ाई नहीं करेगा, मस्ती करेगा, ड्रिंकिंग करेगा, नशा करेगा, तो वो फ्यूचर उसका आगे खराब होएगा, क्योंकि जो उसका बच्चा है ना वापस उस पर वो गलत मैसेज आएगा। ठीक है, इसलिए आदमी को सही लाइन पे एकदम सही प्रॉपर तरीके से उसको चलना चाहिए। पढ़ाई में ध्यान रखना चाहिए, अपने कल्चर का भी ध्यान रखना चाहिए। Some challenges that are faced during the work. വാട്ട് ആർ ദ ചാലഞ്ചസ്? മെയിൻലി നമുക്കിപ്പോൾ എൻ്റെ സൈറ്റിൽ എനിക്ക് കൂടുതലായിട്ടും ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ്സ് ആണ് ഉണ്ടാവാറ്. അപ്പം അവരായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ക്ലയൻസ് ബേസിക്കലി അവരുടെ ഒരു കൺസെപ്റ്റ്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഈ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്, ഈ ഒരു ഫീൽഡ്. അപ്പം ഇതിനകത്തുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രോയിങ്സ്, ഒരുപാട് മെറ്റീരിയൽസ്, അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അപ്രൂവ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതവരുടെ വീടുമാണ്. അതുകൊണ്ട് ഇതിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപ്രൂവ് ആയതിനു ശേഷം അവർക്ക് പല കാര്യങ്ങൾ, അവരുടെ കൺസെപ്റ്റ്, അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവർ ചിലപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ബിഹൈൻഡ് ദ സീൻ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഡ്രോയിങ്സ്, പ്രൊക്യൂർമെൻറ്റ്, കോർഡിനേഷൻ, ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇത് കൺസെപ്റ്റും കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ കൂടുതലും ഇവരറിയുന്നില്ല, പക്ഷെ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട് ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് പ്രോഗ്രാമിനകത്ത് ഇതുപോലെ ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് ചില ടൈമിൽ മെറ്റീരിയൽസ് ഇതിൻ്റെ കോസ്റ്റ്ലി ഇമ്പാക്റ്റ് വരും, അതുപോലെ ടൈമിൽ ഇമ്പാക്റ്റ് വരും. ഇപ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഫോഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആ ഷെഡ്യൂൾ അനുസരിച്ച് പോകുമ്പോൾ ഇതിനകത്ത് വ്യത്യാസം വരുത്തുമ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ചേഞ്ചസ് വരും. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ലാസ്റ്റിലേക്കായിരിക്കും. ഫൈനൽ ടൈം എത്തുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പ്രഷർ വരും. അന്നേരം നമുക്ക് ഈ ക്വാളിറ്റിയുടെ ഇത് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോഴും ക്ലയൻറ്റ് നമ്മളെ തന്നെയാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ ഈ കമ്പനിയിൽ വന്നിട്ട് ഇപ്പോൾ 5 വർഷമായി. ഞാൻ ടൈൽസിൻ്റെ വർക്കാണ്. പിന്നെ എല്ലാ പണിയും എടുക്കും, ക്ലീനിങ് ഇതെല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ കച്ചറ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ലിഫ്റ്റിലൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളെ വസ്ത്രങ്ങൾ അഴുക്കൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ കയറ്റാനൊക്കെ പറ്റിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ടോയ്ലറ്റ് പോകാൻ ഇവിടെ ഇല്ല, സൗകര്യമില്ല, 10-15 കുറച്ച് ദൂരം പോകണോ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്.